നമസ്കാരം. എല്ലാവർക്കും അർജുൻ ആൻഡ് അസോസിയേറ്റ്സിൻ്റെ വാസ്തു ഭവനം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു നിലയിൽ പണിത പൂർണ്ണമായും വാസ്തുവിദ്യ അനുസരിച്ചിട്ട് കേരളീയ തനിമയോടുകൂടി എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ തനതായ വാസ്തുശൈലിയും അതിൻ്റെ നിർമ്മാണ ശൈലിയും കൂടെ ലയിപ്പിച്ച് ഞാൻ ചെയ്ത ഒരു നല്ല വീട്ടിൻ്റെ വിശേഷമാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 2008 ഞാൻ പൂർത്തിയാക്കിയ ഒരു വീടാണ്. ആറ്റിങ്ങലിനടുത്ത് പണിത ഒരു വീടാണ്. ഇത് പൂർണ്ണമായിട്ടും വാസ്തുവിദ്യയുടെ കണക്കുകളും തച്ചുശാസ്ത്ര വിധി പ്രകാരം കേരളത്തിൻ്റെ ആ തനത് ശൈലി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പഴയ കാലത്തുള്ള വീട് ഓർമ്മിക്കുന്ന തരത്തിൽ അതിൽ നടുമുറ്റം ഇല്ല, ഇതല്ലാത്തൊരു വീടാണ്. അത് ആദ്യമായിട്ട് വരുമ്പോൾ ഒരു പടിപ്പുരയുണ്ട്, ചാരുപടിയുണ്ട്, പൂമുഖമുണ്ട്, ചാരുപടിയുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പാനലിംഗ്, പഴയ അറയും നിരയും നമുക്ക് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വുഡ് പാനലിംഗ് ഉണ്ട്. അതിൻ്റെ ഡോറ് കണ്ടാലും അതേപോലെ തന്നെ പഴയ കാലത്തുള്ള കൊത്തുപണിയോടുകൂടിയ ഡോറ്. ഇങ്ങനെ വളരെ വിശേഷപ്പെട്ട ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റളവെന്ന് ഞാൻ പറഞ്ഞതല്ലോ, 80 അംഗുലം എന്ന് പറഞ്ഞ ഒരു നല്ല വീടിൻ്റെ ചുറ്റളവാണ്. ഞാൻ ധാരാളം വീടുകൾ ഈ ചുറ്റളവ് ഈ അളവിൽ പ്രകാരം ചെയ്തിട്ടുണ്ട്. ദ്വിജന്യയുടെ കണക്കാണ് ഇത്. നമുക്ക് ഈ ദ്വിജന്യ ഈ കണക്ക് കൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 4 ദിക്കിലേക്കും ഈ ദ്വിജന്യയുടെ കണക്ക് നമുക്ക് വാസ്തുശാസ്ത്രപരമായി ഉൾപ്പെടുത്തി വീട് പണിയാൻ പറ്റും. അപ്പോൾ അതിന് ഒരു പ്രത്യക്ഷ ഉദാഹരണം ഞാൻ ഇതിൽ കൂടി എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീടുകൾ വാസ്തുശാസ്ത്രപരമായിട്ട് ആൾക്കാർ പണിയുന്നുണ്ട്, അതിൻ്റെ കണക്കുകൾ നോക്കുന്നുണ്ട്. അത് വളരെയധികം ശാസ്ത്രവിധി പ്രകാരം നോക്കിക്കണ്ട് ചെയ്യുന്ന ആൾക്കാർ കൂടി വരുന്ന ഒരു കാലഘട്ടം. എന്നാൽ അതോടൊപ്പം തന്നെ ഇതിനെ മറ്റു തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പറയുന്ന ആ ഒരു രീതിയും കണ്ടുവരുന്നു. അപ്പോൾ അതിനും കൂടി ഒരു മറുപടിയായിട്ടാണ് ഞാൻ ഈ ഓരോ കണക്കുകൾ ഇത്രയും കൃത്യമായിട്ട് ഓരോന്ന് പറയുകയും അങ്ങനെ പണിത് പൂർത്തിയാക്കിയ വീട്. ഇത് 2008 ഞാൻ പൂർത്തിയാക്കിയ ഒരു വീടാണ്. ഈ 2008 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ആ വീട്ടിൽ താമസിക്കുന്നവരുടെ അനുഭവവും ആ വീട്ടിൻ്റെ അനുഭവവും ഒക്കെ വെച്ച് നോക്കുമ്പോഴാണ് അതൊരു ഐശ്വര്യമുള്ള ഒരു വീടാണോ, അത് ഗുണമുള്ളതാണോ എന്നൊക്കെ നമ്മൾ വിലയിരുത്തേണ്ട ഒരു സാഹചര്യം വരുന്നത്. ഇനി ഇതിൻ്റെ ഓരോ മുറികളുടെയും കണക്കുകളിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വീടിൻ്റെ ദർശനം എന്ന് പറയുമ്പോൾ നമ്മുടെ ദ്വിജീയൻ്റെ കണക്കാണെങ്കിൽ അതിൻ്റെ ദർശനം തെക്കോട്ടായിട്ടാണ് ഞാനത് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം ഒരു പടിപ്പുരയും ഈ വീട്ടിനോടനുബന്ധിച്ച് മതിലിനോട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ദീർഘം 24 കോൽ 12 അങ്കുലവും, സെൻറ്റിമീറ്ററാണെങ്കിൽ 1764 സെൻറ്റിമീറ്ററും, വിസ്താരം 19 കോൽ 16 അങ്കുലം എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്ററിലാണെങ്കിൽ ഇപ്പോൾ 1416 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ദീർഘ വ്യത്യാസം അതായിട്ട് നമ്മൾ ചുറ്റളവിറ്റ് കാണിച്ചിട്ടുള്ളത്. ഇത് ഒരു നിലയായിട്ട് 4 ബെഡ്റൂമോട് കൂടിയ ഒരു വീടാണ്. ഇതിൽ 4 ബെഡ്റൂമും അതോടൊപ്പം ഡ്രോയിങ് ഹാള്, ഒരു ലിവിങ് സ്പേസ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, ഒരു പ്രെയർ റൂം, ഇത്രയും സൗകര്യങ്ങൾ. പിന്നെ നീളത്തിൽ ഒരു വരാന്ത, ഒരു സൈഡിൽ ഒരു കാർ പോർച്ച്, ഇത്രയും കൂടിയ ചേർന്നതാണ് ഈ വീട്ടിൻ്റെ നിർമ്മാണ ശൈലിയും ആ നിർമ്മാണത്തെ അതിൻ്റെ കണക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഓരോ മുറികളുടെയും കണക്കിലേക്ക് പോകാം. ഈ വീടിൻ്റെ മുൻവശത്ത് നിന്ന് നോക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു പൂമുഖം, ആ പൂമുഖം കഴിഞ്ഞ് അതിൽ നേരെ വരുന്നത് നീളത്തിൽ ഒരു വരാന്തയാണ്. ആ വരാന്ത കഴിഞ്ഞ് നമ്മൾ നേരെ കാണുന്ന ഒരു മെയിൻ ഡോറ്. ആ മെയിൻ ഡോറ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഡ്രോയിങ് ഹാള്. അതിൻ്റെ അളവെന്ന് പറയുന്നത് 7 കോൽ 22 അങ്കുലം, 4 കോൽ 22 അങ്കുലം എന്ന കണക്കാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 570 × 354. രണ്ടാമത് ഒരു ഓപ്പണിംഗ് ആർച്ച് കൊടുത്തതിന് ശേഷം പിന്നെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. ആ ലിവിങ് സ്പേസ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് 3 ബെഡ്റൂം വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് 5 കോൽ 6 അങ്കുലവും 4 കോൽ 22 അങ്കുലവും എന്നുള്ള ഒരളവാണ്. സെൻറ്റിമീറ്റർ ആണെങ്കിലും 378 × 354 എന്ന് പറഞ്ഞ ഒരു അളവിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് 426 × 306 എന്ന് പറഞ്ഞാൽ കോലിലാണെങ്കിൽ 4 കോൽ 6 അങ്കുലവും
5 കോൽ 22 അங்குലം. മൂന്നാമത്തെ ബെഡ്റൂം അത് കൊടുത്തിരിക്കുന്നത് 426 ഇൻറ്റു 354 എന്ന് പറഞ്ഞാൽ 4 കോൽ 22 അங்குലവും 5 കോൽ 22 അங்குലവും എന്നുള്ള ഒരു അളവിലാണ് അത് കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോൾ 5 കോൽ 6 അങ്കുലം 4 കോൽ 22 അങ്കുലം സെൻറ്റിമീറ്റർ ആണെങ്കിൽ 354 ഇൻറ്റു 378 എന്നുള്ള ഒരളവിലാണ് ഈ 4 ബെഡ്റൂമും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ മെയിൻ ഡോറ് തുറന്ന് അകത്തോട്ട് കയറുമ്പോൾ ഒരു നേരെ മധ്യസൂത്രം അടയാത്ത രീതിയിൽ ആ ഡ്രോയിങ് ഹാളിൻ്റെ അവിടെ നിന്ന് ഒരു ചെറിയ കിളിവാതിൽ ഒരു വിൻഡോ കൊടുത്ത് അത് ഓപ്പൺ ചെയ്ത് കിച്ചണിൽ ഒരു വിൻഡോ കൂടെ അത് ആ മധ്യസൂത്രം തടയാത്ത രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് കിച്ചണാണ്, മെയിൻ കിച്ചൺ. ആ കിച്ചൺ 5 കോൽ 5/4 അങ്ങനെയുള്ള ഒരു ചുറ്റളവിൽ എന്ന് പറഞ്ഞാൽ 372 ഇൻറ്റു 360 സെൻറ്റിമീറ്റർ എന്നുള്ള കണക്കിലാണ് കിച്ചൻ്റെ അളവ് കൊടുത്തിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഒരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്, വർക്ക് ഏരിയ ഉണ്ട്, പിന്നെ ഡൈനിങ് സ്പേസ്. ഇത്രയാണ് ഈ വീടിൻ്റെ പ്രധാനമായിട്ടുള്ള വാസ്തുപരമായ അളവുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ വാസ്തുപരമായിട്ടുള്ള അളവുകൾ നമ്മൾ പരാമർശിച്ച് കഴിഞ്ഞു. ഇനി ആ വീടിൻ്റെ വളരെ പ്രത്യേകതകൾ ഞാൻ ഓരോന്നായിട്ട് പറയാം. ആദ്യം നല്ല രീതിയിൽ ഒരു പടിപ്പുര, നമുക്ക് കേരളീയ തനിമയോടുകൂടി കേരളീയ ശൈലിയിലൊരു പടിപ്പുര. ആ പടിപ്പുര നേരെ അവിടെ നിന്ന് കയറി വരുമ്പോൾ നേരെ വന്ന് പൂമുഖമാണ്. പൂമുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 സൈഡിലേക്കും പടികൾ കൊടുത്തിരിക്കുന്നത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഇറങ്ങുന്ന രീതിയിലാണ്. തെക്ക് ദർശനം ആയതുകൊണ്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പടികൾ ഒഴിവാക്കിയിട്ട് പടിഞ്ഞാറും കിഴക്കും ആയിട്ട് ഇറങ്ങുന്ന രീതിയിലാണ് പൂമുഖം പൂർത്തിയാക്കിയത്. അതിൽ ഭംഗിയായിട്ട് ചുറ്റും നമ്മൾ ഇതുണ്ടല്ലോ ചാരുപടി, അത് വെറുതെ ഒരു ചാരുപടി വെക്കുകയല്ല ചെയ്തത്. പഴയ കാലത്ത് നമ്മളെ നാലുകെട്ടും തറവാടുകളിലും മനകളിലും ഒക്കെ ഉള്ള ഒരു ഈ ചാരുപടി എങ്ങനെയാണോ അത് അതേപോലെ നമ്മൾ പൂർത്തിയാക്കിയാണ്. അത് തേക്കൻ തടിയിലാണ് അത് പണിതിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നേരെ നീളത്തിനൊരു വരാന്തയാണ്. ഈ വരാന്തയെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഗ്രാനൈറ്റൊക്കെ ഇട്ട് ഭംഗിയാക്കി. അതോടൊപ്പം ഈ വരാന്ത ഒരു വുഡ് പാനലിംഗ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും പഴയ കാലത്തുള്ള അറയും നിരയും തോന്നിക്കുന്ന രീതിയിൽ അതേ ശൈലിയിൽ തന്നെ കാർവിങ് വർക്ക്, കൊത്തുപണി, കൈകൊണ്ട് ചെയ്ത കൊത്തുപണി ചെയ്ത് അതിൽ ഒരു മെയിൻ ഡോറ് നമുക്ക് കാണാം. അതും അതുപോലെ മനോഹരമായിട്ട് അതിലൊരു ഡോറ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ജനൽ വാതിൽ എല്ലാം തന്നെ ഒരു ആർച്ച് ടൈപ്പ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ആ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിനൊന്ന് ആകർഷണമായിട്ടാണ് അത് പൂർത്തിയാക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത്. ഇനി നമ്മൾ നേരെ അകത്തോട്ട് കടക്കുമ്പോൾ ഡ്രോയിങ് ഹാള്. ആ ഡ്രോയിങ് ഹാളിനും വളരെ സൗകര്യപ്രദമായിട്ടുള്ള സോഫ സെറ്റും ടീപ്പോയും അറേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ഒരു വിശാലമായിട്ടുള്ള ഹാളാണ്. ആ ഹാളിൽ അവിടെയും നമുക്ക് കുറച്ച് ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്ത് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നേരെ 3 ബെഡ്റൂം ലെഫ്റ്റ് സൈഡിലും ഒരെണ്ണം ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. അവിടെയും നല്ല രീതിയിൽ ഡ്രസ്സ് വിത്ത് ടോയ്ലറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് കിച്ചൺ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ കിച്ചൺ തന്നെയാണ്. കിച്ചൻ്റെ വാസ്തുപരമായിട്ടുള്ള അളവെന്ന് പറയുമ്പോൾ 5 കോൽ 4 അങ്കുലവും 5 കോൽ എന്നുള്ള ചുറ്റളവിലാണ് കിച്ചൺ നമ്മൾക്ക് വാസ്തുപരമായിട്ടുള്ള അളവ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ കിഴക്കോട്ട് തീ കത്തിക്കുന്ന രീതിയിൽ, അപ്പോൾ അത് നമ്മൾ ആ സ്ലാബും അതിൻ്റെ കാര്യങ്ങളൊക്കെ കിഴക്ക് ഭാഗത്ത് നമുക്ക് ഈ വായു നമ്മൾ ശരിക്കും പറഞ്ഞാൽ വടക്ക് കിഴക്കേ ഭാഗത്ത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു വർക്ക് ഏരിയ. ആ വർക്ക് ഏരിയ കഴിഞ്ഞാൽ നേരെ വരുന്നത് മെയിൻ കിച്ചണാണ്. ആ മെയിൻ കിച്ചണിൽ തന്നെ അതിനനുസരിച്ചിട്ട് നമുക്ക് പിന്നെ ഇത് കുക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തേക്കും തടിയിൽ ചെയ്തിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു കിച്ചൺ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനും നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു പ്രത്യേകതയുള്ള ഒരു ഇൻറ്റീരിയർ അറേഞ്ച്മെൻറ്റ് ഇൻസൈഡ് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ ഏറ്റവും സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ പുറം കാഴ്ചയാണ്. അപ്പോൾ പുറമേ ഉള്ള ഒരു വീടിൻ്റെ ഭംഗി,
അത് വളരെ പ്രത്യേകതയുള്ളതാണ്. അത് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. വാസ്തുപരമായ കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും ആകർഷിക്കുന്നതും ഇതിൻ്റെ പുറമേയുള്ള വീടിൻ്റെ എലിവേഷൻ, അതോടൊപ്പം തന്നെ അതിൻ്റെ പുറമേയുള്ള ലാൻഡ്സ്കേപ്പിംഗ്, സ്ഥലം വിനിയോഗിച്ചിരിക്കുന്ന രീതി, ഇതെല്ലാം എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഞാൻ മുമ്പ് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്ലോട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ വാസ്തുപരമായിട്ട് അത് ആദ്യം കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടത്, ഇത് പറഞ്ഞാൽ മനസ്സിലാവും. ഇത് തെക്ക് വടക്ക് നീളത്തിലുള്ള ഒരു വസ്തുവാണ്. ആ തെക്ക് വടക്ക് നീളത്തിലാണ് എൻ്റെ വസ്തു കിടക്കണമെങ്കിലും അവരുടെ ഒരു താല്പര്യപ്രകാരം ഞാൻ അതിൻ്റെ ഒരു പോർഷനിൽ, സാധാരണ തെക്ക് വടക്ക് നീളം കൊണ്ട വസ്തുവിൽ നമ്മൾ വീട് പണിയുമ്പോൾ അതിൻ്റെ മധ്യത്ത് വീട് പണിയണം എന്നാണ് ശാസ്ത്രവിധി. എങ്കിലും അത് നമുക്ക് ആ ബാക്കിലുള്ളത് ഒരു അതിര് തിരിച്ച് നമ്മൾ പുറമോട്ട് കളഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ ആ വീടിൻ്റെ എലിവേഷനും കൂടി പരിഗണിച്ചിട്ട് ആ പോർഷൻ എടുത്തിട്ടാണ് അതിൽ ഗൃഹനിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഇതിൽ ഓരോന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിങ്, അതോടൊപ്പം ഒരു പൂന്തോട്ടം, അതിലാവശ്യത്തിനുള്ള ചെടികളും ചെടിച്ചട്ടിയൊക്കെ വെച്ച് അതിമനോഹരമായിട്ട് അത് ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ എലിവേഷൻ നമ്മൾ ഓരോന്നായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. പൂർണ്ണമായിട്ട് കേരളീയ ശൈലിയിലുള്ള എന്ന് ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം, പലരും കേരള തനിമയെന്നും കേരള ശൈലിയും എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ആ പഴമയോട് നമുക്ക് യോജിക്കുന്നു എന്നുള്ളത് എൻ്റെ ഈ നിർമ്മാണവും പഴയ കാലത്തുള്ള നിർമ്മാണവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ഉദാഹരണം പറയാം. നമുക്ക് ഏറ്റവും കൂടുതൽ മാതൃകാപരമായിട്ട് നമ്മൾ പഴയ കാലത്തുള്ള വീടുകളെ പറ്റി ചിന്തിക്കുമ്പോഴും നിർമ്മാണത്തെപ്പറ്റി ആ പത്മനാഭപുരം കൊട്ടാരം, അതോടൊപ്പം നമ്മളെ പഴയ കാലത്തുള്ള കൃഷ്ണപുരം പാലസ്, ഒരുപാട് മനകൾ, നാലുകെട്ട് തറവാടുകൾ ഇന്നും അവശേഷിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു തനിമ, ആ ഒരു പ്രൊപ്പോഷണാലിറ്റി എൻ്റെ നിർമ്മാണത്തിൽ ഞാൻ വളരെ ശ്രദ്ധിച്ച് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിലൊരു ഒരു ഗേബിൾ മുഖപ്പ്, ആ ഗേബിൾ ഞാൻ ചെയ്യുന്നാൽ തീർച്ചയായിട്ടും പഴയ കാലത്തുള്ള ആ ഗേബിളുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഒരു വ്യത്യാസവും ഇല്ലാതെ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ അത് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ വരുന്ന ഓരോ വർക്കും, അതിൻ്റെ സ്ലോപ്പായിരുന്നാലും റൂഫിൻ്റെ സ്ലോപ്പായാലും, സാധാരണ ഒരു സ്ലോപ്പ് റൂഫ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കണക്കുണ്ട്. ആ കണക്ക് പ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യം കാണുന്ന വരാന്തയും അതിൽ വരുന്ന പോർഷൻ മാത്രമേ കോൺക്രീറ്റ് ഉള്ളൂ. മറ്റതെല്ലാം ഫ്ലാറ്റായിട്ട് റൂഫ് വാർത്ത് ഡ്രസ് വർക്ക് ചെയ്ത് അതിന് മേലെ ഓട് പണിതാണ് ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നത്. പക്ഷേ ഒരാൾ പോലും അത് തിരിച്ചറിയാത്ത രീതിയിൽ അത്ര ലയിപ്പിച്ച് അതിനോട് യോജിക്കുന്ന തരത്തിലാണ് ഞാൻ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു നല്ല വീടാണെന്ന് എനിക്ക് എൻ്റെ അഭിപ്രായത്തോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിനകത്ത് രേഖപ്പെടുത്തണം. ഇത്തരം നാലുകെട്ടുകളും തറവാടുകളും പഴയ കാലത്തുള്ള നിർമ്മാണവും ഞാൻ അനേകം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വരും ദിവസങ്ങളിൽ അത് ഞാൻ വീണ്ടും പരിചയപ്പെടുത്തുന്നതാണ്.